അടുത്ത മാസത്തോടെ രാജ്യത്തെ പ്രമുഖരായ ചില മുഖ്യമന്ത്രിമാരുടെയും മന്ത്രിമാരുടെയും കസേരകൾ ഒന്നടങ്കം തെറിച്ചേക്കാം. അതെ, കേവലം 30 ദിവസം, വെറും ഒരു മാസം ജയിലിൽ കിടന്ന 31-ാം ദിവസം മുഖ്യമന്ത്രി പദവിയും മന്ത്രിസ്ഥാനവും ഒക്കെ പമ്പ കടക്കും. അതിപ്പോൾ എത്ര വലിയ കൊല കൊമ്പനായാലും ശരി, സ്വന്തം കസേര ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും. ഭരണഘടനയുടെ 130-ാം ഭേദഗതി ബിൽ പാർലമെന്റിൽ വരാനിരിക്കുന്ന മഴക്കാല സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെടാൻ പോവുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ കൊണ്ടുവന്ന ഈ ബില്ലിന്റെ വിവരങ്ങൾ പുറത്തു വന്നത് മുതൽ പ്രതിപക്ഷ നിരയിൽ ഉറക്കമില്ലാ രാത്രികളാണ്. എന്തുകൊണ്ടായിരിക്കും ഇത്? എന്തുകൊണ്ടാ ഈ ബില്ലിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ കക്ഷികളും ഇങ്ങനെ കടന്ന് വിറയ്ക്കുന്നത്, ഭയക്കുന്നത്? അഴിമതിക്കെതിരെ രാജ്യം മുഴുവൻ കൈയടിക്കുന്ന ഈ വജ്രായുധത്തെ ഇവർ എന്തിനാ ഇത്രയധികം ഭയപ്പെടുന്നത്? തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ പേടി? ഈ ചോദ്യം ഇന്ന് ഓരോ ഇന്ത്യൻ പൗരന്റെയും മനസ്സിലുണ്ട്. ഇന്ത്യൻ ജനാധിപത്യത്തെ ശുദ്ധീകരിക്കാൻ പോകുന്ന ആ അതിനിർണായകമായ നിയമത്തിന്റെ ഇൻ ആൻഡ് ഔട്ട് സസ്പെൻസ് വിവരങ്ങളാണ് ഞാനിന്ന് പുറത്തു വിടുന്നത്. മറ്റു മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യാത്ത ഈ സുപ്രധാന ബില്ലിനെ കുറിച്ച് നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം. നമുക്കറിയാം, നിലവിലുള്ള നിയമപ്രകാരം ഒരു ജനപ്രതിനിധിയോ മന്ത്രിയോ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷിച്ചാൽ മാത്രമേ അവരുടെ പദവി നഷ്ടപ്പെടുകയുള്ളൂ. അറിയാമല്ലോ, നിയമത്തിലെ ഈ ലൂപ്പ് ഹോളുകൾ മുതലെടുത്ത് കോടികളുടെ അഴിമതി കേസുകളിൽ പെട്ടവർ പോലും വർഷങ്ങളോളം വിചാരണ നീട്ടിക്കൊണ്ടുപോവുകയും ജാമ്യത്തിലിറങ്ങി വീണ്ടും അധികാര കസേരകളിൽ ഇരുന്ന് ഇങ്ങനെ സുഖിക്കുകയും ഭരിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ ഇഷ്ടംപോലെ കണ്ടതാണ്. ജയിലിൽ കിടന്നുകൊണ്ട് വരെ ഭരണം നിയന്ത്രിച്ച ചരിത്രമുള്ള നേതാക്കൾ നമ്മുടെ ഇവിടെ ഇന്ത്യയിലുണ്ട്. എന്നാൽ നരേന്ദ്രമോദി സർക്കാരിന്റെ പുതിയ മാസ്റ്റർ പ്ലാൻ ഈ ലൂപ്പ് ഹോളുകളെല്ലാം പൂർണ്ണമായും അടച്ചു കളയുന്നതാണ്. എന്താണ് ബില്ലിലെ ആ കടുത്ത വ്യവസ്ഥകൾ എന്ന് കൃത്യമായി മനസ്സിലാക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, ഇക്കാര്യം കൊണ്ടുവരുന്നത് BJP ആണ്. അവർക്ക് പേടിക്കാൻ ഒന്നുമില്ലാത്തത് കൊണ്ടാണ് ഇത് കൊണ്ടുവരുന്നത്. 5 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ, അതായത് വലിയ അഴിമതി, രാജ്യദ്രോഹം, സാമ്പത്തിക തട്ടിപ്പുകൾ എന്നിവയിൽ ഒരാൾ അറസ്റ്റിലാകുന്നു എന്ന് കരുതുക. അങ്ങനെ അറസ്റ്റിലായി കോടതി ജാമ്യം നൽകാത്തത് കൊണ്ടോ മറ്റ് കാരണങ്ങളാലോ തുടർച്ചയായി 1 മാസം, വെറും 30 ദിവസം ജയിലിൽ കഴിയേണ്ടി വന്നാൽ 31-ാം ദിവസം അവർക്ക് പദവി നഷ്ടപ്പെടും. അതിപ്പോൾ മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും. ഇവിടെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്നറിയോ? കോടതി അവരെ കുറ്റക്കാരനാണെന്ന് വിധിച്ച് ശിക്ഷ പ്രഖ്യാപിച്ചിട്ടുണ്ടാകണമെന്ന് പോലുമില്ല. കേവലം അറസ്റ്റിലായി 1 മാസം ജയിലിൽ കഴിഞ്ഞാൽ മാത്രം മതി, കസേര കാലിയാകും. ഇനി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ കാര്യമാണെങ്കിൽ അവർ ഇങ്ങനെ 30 ദിവസം തടവിൽ കഴിഞ്ഞ 31-ാം ദിവസം പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിക്ക് അവരെ പദവിയിൽ നിന്ന് അപ്പടി തൂക്കിയെടുത്ത് കളയാം. ഇനി ഇതേ നിയമം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കും ബാധകമാണ് എന്ന് കേൾക്കുമ്പോഴാണ് കൈയടിക്കേണ്ടത്. പ്രധാനമന്ത്രിയാണ് സമാന രീതിയിൽ അറസ്റ്റിലാകുന്നതെങ്കിൽ 31-ാം ദിവസം അദ്ദേഹം സ്വയം രാജിവെക്കണം. അതിന് തയ്യാറായിട്ടില്ലെങ്കിൽ 32-ാം ദിവസം മുതൽ അദ്ദേഹം പ്രധാനമന്ത്രി പദവിയിൽ ഇരിക്കാൻ അർഹനല്ലെന്ന് നിയമം പച്ചയായി പറയുന്നു. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണെന്ന് പ്രസംഗിക്കുന്നവർക്ക് ഇതാ പ്രധാനമന്ത്രിയെ പോലും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തുല്യനീതിയുടെ ഒന്നാന്തരം ഉദാഹരണമാണ് വന്നിരിക്കുന്നത്. ഇതിനൊക്കെയല്ലേ നമ്മൾ കൈയടിച്ച് പാസ്സാക്കേണ്ടത്? ഇതൊക്കെയാണ് നിയമം. ഈ ബില്ലിന്റെ വിവരങ്ങൾ പുറത്തു വന്നതോടെ പ്രതിപക്ഷ ക്യാമ്പുകൾ വലിയ നിലവിളിയാണ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ ഭരണപക്ഷമല്ലേ പേടിക്കേണ്ടത്? BJP നേതാവ് അപരാജിത സാരംഗി അധ്യക്ഷയായ 30-അംഗ സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിശോധനയ്ക്കാണ് ഈ ബില്ല് വിട്ടിരിക്കുന്നത്. അവിടെ പ്രതിപക്ഷം വലിയ ബഹളം ഉണ്ടാക്കി. അയ്യോ, ജനാധിപത്യം തകരുന്നേ, രാഷ്ട്രീയ പ്രതികാരം തീർക്കുന്നേ എന്ന സ്ഥിരം പല്ലവി അവർ ആവർത്തിച്ചു. അതെന്തുകൊണ്ടായിരിക്കും രാഷ്ട്രീയ പ്രതികാരം എന്നൊക്കെ പറയേണ്ടത്? ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അഴിമതിക്കെതിരെയും കള്ളപ്പണത്തിനെതിരെയും രാപ്പകൽ പ്രസംഗിക്കുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാക്കൾ ഈ നിയമം വരുമ്പോൾ എന്താ ഇത്ര വലിയ കുരുപൊട്ടാൻ കാരണം? വളരെ ലളിതമായ ഒരു ചോദ്യം ചോദിക്കാം. തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ, ഒരു അഴിമതിയും നടത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തിനാ ഈ നിയമത്തെ ഇങ്ങനെ ഭയപ്പെടുന്നത്? നല്ലതല്ലേ ഇത്? പൗരന്മാർക്ക് നല്ലൊരു സന്ദേശമല്ലേ ഈ നിയമം കൊണ്ടുവരുന്നത്? മനസ്സിൽ കള്ളമില്ലാത്ത, അഴിമതി നടത്താത്ത ഒരു ഭരണാധികാരിയും ഒരൊറ്റ ദിവസം പോലും ജയിലിൽ കിടക്കേണ്ടി വരില്ല. കേന്ദ്ര ഏജൻസികൾ വന്ന് അറസ്റ്റ് ചെയ്യുമെന്ന ഭയം ആർക്കാണ് ഉണ്ടാവുക? അകത്ത് എന്തെങ്കിലും ചീഞ്ഞ് നാറുന്നുണ്ടെന്ന് ഉറപ്പുള്ളവർക്കല്ലേ, മടിയിൽ കനമുള്ളവനല്ലേ പേടിക്കേണ്ട ആവശ്യമുള്ളൂ. പണ്ടൊരു നേതാവ് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. ആ നേതാവിന് വെള്ളം കുടിക്കുന്നുണ്ട്. കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടെന്ന ഭയമല്ലേ ഈ അനാവശ്യ ബഹളത്തിന് പിന്നിൽ? മജ്ലിസ് പാർട്ടി നേതാവ് അസസുദ്ദീൻ ഒവൈസി JPCC യോഗത്തിൽ പരസ്യമായി ചില പേരുകളൊക്കെ എടുത്തു പറഞ്ഞു. അങ്ങനെ വിലപിക്കുകയാണ് അദ്ദേഹം.
നിലവിൽ വിവിധ കേസുകളിൽ ജാമ്യത്തിലും അന്വേഷണത്തിന്റെ നിഴലിലും കഴിയുന്ന കർണാടകയിലെ DK ശിവകുമാർ, തെലങ്കാനയിലെ രേവന്ത് റെഡ്ഡി, ജാർഖണ്ഡിലെ ഹേമന്ത് സൊരാൻ തുടങ്ങിയ പ്രമുഖ മുഖ്യമന്ത്രിമാരെ ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാർ ഈ നിയമം കൊണ്ടുവരുന്നത് എന്നാണ് ഒവൈസിയുടെ ആക്ഷേപം. നോക്കൂ, പ്രതിപക്ഷം തന്നെ സ്വയം സമ്മതിക്കുകയാണ് തങ്ങളുടെ നേതാക്കളൊക്കെ ഏതൊക്കെ കേസിൽപ്പെട്ടവരാണെന്ന്. ഞങ്ങളുടെ നേതാക്കൾ അഴിമതി നടത്തി ജയിലിൽ പോയാൽ കസേര തെറിക്കുമല്ലോ ഈശ്വര എന്നോർത്താണ് അവരുടെ നെഞ്ചിടിപ്പ് കൂടുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ജനങ്ങൾ നിങ്ങളെ അധികാരം പോയാൽ പോലും വീണ്ടും വോട്ട് ചെയ്ത് ജയിപ്പിക്കില്ലേ? ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത് നാട് ഭരിക്കാനാണ്, അല്ലാതെ അഴിമതി നടത്തി ജനങ്ങളെ പറ്റിച്ച് ജയിലിൽ കിടന്ന് സുഖിക്കാനല്ല എന്ന് ഈ നേതാക്കൾ എന്ന് മനസ്സിലാക്കും. ജയിലിൽ കിടക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ വികസന കാര്യങ്ങളിൽ തീരുമാനം എടുക്കുക? അല്ലെങ്കിലും ജനങ്ങളെ ദ്രോഹിച്ചവൻ പിന്നെ ആ കസേരയിൽ ഇരിക്കാൻ എന്ത് യോഗ്യതയാണ് അദ്ദേഹത്തിനുള്ളത്? അതിന് മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നതാണോ തെറ്റ്? പ്രതിപക്ഷ അംഗങ്ങൾ എത്രയൊക്കെ വിയോജനക്കുറിപ്പുകൾ എഴുതിയാലും തർക്കിച്ചാലും ബില്ലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകളിൽ ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്ന ശക്തമായ നിലപാടിലാണ് ഇപ്പോൾ JPC-യിലെ BJP ഭൂരിപക്ഷമുള്ള സമിതി. വരും ദിവസങ്ങളിൽ ചേരുന്ന യോഗത്തിൽ JPC ഈ വ്യവസ്ഥകൾക്ക് ഔദ്യോഗികമായി അംഗീകാരം നൽകും. അതിനുശേഷം വിയോജിക്കുന്നവരുടെ കുറിപ്പുകളെ അതിന് തന്നെ ബില്ല് ലോക്സഭയുടെ പരിഗണനയ്ക്ക് വരും. ഇനി ഇതിൻ്റെ ഭരണഘടനാപരമായ പ്രസക്തി കൂടി നമ്മൾ നോക്കണം. പലപ്പോഴും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു വാദമുണ്ട്, ഭരണകൂടം രാഷ്ട്രീയ പ്രതികാരത്തിന് വേണ്ടിയിട്ട് ഈ നിയമം ദുരുപയോഗം ചെയ്താൽ എന്ത് ചെയ്യൂ എന്ന്. എന്നാൽ ഭരണപക്ഷ അംഗങ്ങൾ നൽകുന്ന സൂചന പ്രകാരം ഈ നിയമം ഒരു കാരണവശാലും ദുരുപയോഗം ചെയ്യാതിരിക്കാൻ കൃത്യമായ ഗൈഡ് ലൈനുകളും സുരക്ഷാ സംവിധാനങ്ങളും JPC-യുടെ അന്തിമ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ എന്തിന് ബാക്കിയുള്ളവർ ഭയക്കണം? അതായത് കൃത്യമായ തെളിവുകളുടെയും ജുഡീഷ്യൽ മേൽനോട്ടത്തിൻ്റെയും അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ജുഡീഷ്യൽ മേൽനോട്ടത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രമേ ഇത്തരം അറസ്റ്റുകൾ നടക്കൂ. പക്ഷേ കോൺഗ്രസിനും കൂട്ടർക്കും അതൊന്നും കേൾക്കേണ്ടതില്ല. അവർക്ക് അവരുടെ അഴിമതി സാമ്രാജ്യങ്ങൾ സംരക്ഷിക്കണം. ഒരു കാര്യം ഓർക്കണം, പഴയതുപോലെ ഫയലുകൾ മുക്കാനും അന്വേഷണങ്ങൾ അട്ടിമറിക്കാനും അതിനൊക്കെയുള്ള കളി ഇനി നടപ്പില്ല. ജനപ്രതിനിധികൾ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരായി മാറാൻ വേണ്ടിയിട്ടാണ് ഈ നിയമം. അത് മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാകും. ഒരു കേസിൽപ്പെട്ട് 30 ദിവസം ജാമ്യം കിട്ടാതെ ഒരാൾ ജയിലിൽ കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ പ്രഥമ ദൃഷ്ട്യാ വലിയ കുറ്റം നടന്നിട്ടുണ്ടെന്ന് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ടും നിങ്ങൾ ഇങ്ങനെ തന്നെ തർക്കിക്കുകയാണെങ്കിൽ ഒന്നേ പറയാനുള്ളൂ, നിങ്ങളൊന്നും ഒരു കാലത്തും നന്നാവാൻ പോകുന്നില്ല ആ കസേരയിലേക്ക് തിരിച്ചു വരാനും. എന്തായാലും അങ്ങനെയുള്ള ഒരാൾ ഭരണത്തലവനായി തുടരുന്നത് ആ പദവിയോടുള്ള വഞ്ചന കൂടിയാണ്. ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാകും. പണ്ട് സുപ്രീം കോടതി ജനപ്രതിനിധികളുടെ ക്രിമിനൽ പശ്ചാത്തലത്തിനെതിരെ വിധി പുറപ്പെടുവിച്ചപ്പോൾ അതിനെ ഓർഡിനൻസിലൂടെ മറികടക്കാൻ ശ്രമിച്ചവരാണ് കോൺഗ്രസ് നേതൃത്വം നൽകിയ UPA സർക്കാർ. അന്ന് രാഹുൽ ഗാന്ധി തന്നെ സ്വന്തം സർക്കാരിൻ്റെ ഓർഡിനൻസ് പരസ്യമായി കീറിയെറിഞ്ഞ് നാടകം കളിച്ചത് നമ്മൾ കണ്ടതാണ്. ഇന്ന് അതേ കോൺഗ്രസ് തന്നെ അഴിമതിക്കാരായ ജനപ്രതിനിധികളെ പദവിയിൽ നിന്നും നീക്കാൻ വേണ്ടി മോദി സർക്കാർ കൊണ്ടുവരുന്ന ഈ നിയമത്തെ എതിർക്കുന്നത് അത് വളരെയേറെ കോമഡിയാണ്, ഏറെ രസകരമാണ്. എത്ര വലിയ വൈരുദ്ധ്യമാണ്. അഴിമതി രഹിത ഭാരതം, സുതാര്യമായ ഭരണം എന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ നയത്തിൻ്റെ കൃത്യമായ പ്രതിഫലനമാണ് ഈ 130-ാം ഭരണഘടനാ ഭേദഗതി. കുറ്റം ചെയ്യാത്തവർക്ക് നെഞ്ചു വിരിച്ച് നടക്കാം. അവർക്ക് ഈ നിയമം ഒരു സുരക്ഷാ കവചമാണ്. എന്നാൽ ജനങ്ങളുടെ നികുതിപ്പണം കവർന്ന് സുഖിക്കുന്നവർക്ക് ഈ നിയമത്തിൻ്റെ വഴിയിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കുന്നവർക്ക് ഇനി കസേരയിലിരുന്ന് ഭരിക്കാമെന്ന് മോഹിക്കേണ്ട. നിങ്ങളുടെ ആ പൂതി അങ്ങട് മടക്കി കീറിക്കളഞ്ഞേക്ക്. ഒരൊറ്റ മാസം കൊണ്ട് കളി മാറും. ഫെഡറലിസം തകരുന്നു എന്ന് പറഞ്ഞവർ, ബഹളം വയ്ക്കുന്നവർ മനസ്സിലാക്കേണ്ടത് അഴിമതിക്കാരായ നേതാക്കളെ സംരക്ഷിക്കുന്നതല്ല ഫെഡറലിസം. സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്ക് മികച്ചതും ശുദ്ധവുമായ ഭരണം ഉറപ്പാക്കുക എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യം. ഈ ബില്ല് പാസ്സാകുന്നതോടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ക്രിമിനൽ വൽക്കരണത്തിന് വലിയൊരു പരിധിവരെ തടയിടാൻ സാധിക്കും. പാർലമെന്റിന്റെ വരാനിരിക്കുന്ന മഴക്കാല സമ്മേളനം വെറും ഒരു സമ്മേളനമായിരിക്കില്ല. ഇന്ത്യൻ ജനാധിപത്യത്തെ ശുദ്ധീകരിക്കാനുള്ള ഒരു വലിയ പോരാട്ടത്തിനാകും രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. പ്രതിപക്ഷം എത്രയൊക്കെ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ നോക്കിയാലും രാജ്യത്തിൻ്റെ നന്മ ലക്ഷ്യമിട്ടുള്ള ഈ നിയമനിർമ്മാണവുമായി സർക്കാർ മുന്നോട്ട് തന്നെ പോകുന്നത് തന്നെയാണ് സൂചനകൾ നമുക്ക് ലഭിക്കുന്നത്. അതങ്ങനെ തന്നെ ആവട്ടെ, കൈയടിച്ച് പാസ്സാക്കുക തന്നെ വേണം. അഴിമതിയുടെ കറപുരണ്ട കൈകളുള്ള ഇനി ആരും ഭരണസിംഹാസനത്തിൽ ഇരിക്കേണ്ടതില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. ഇനി നിങ്ങൾ പറയൂ, അഴിമതി കേസുകളിൽപ്പെട്ട് ഒരു മാസം ജയിലിൽ കിടക്കുന്ന മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും പദവിയിൽ നിന്ന് നീക്കുന്ന ഈ പുതിയ ഭരണഘടനാ ഭേദഗതി ബില്ലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. നിങ്ങൾ ഇതിനെ അനുകൂലിക്കുന്നുണ്ടെങ്കിലും പ്രതികൂലിക്കുകയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും അറിയിക്കൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.